എന്തു പറ്റിയതമ്മേ? എഴുന്നേക്കണ്ട. എനിക്കൊന്നുമില്ല അമ്മേ. പുതിയ ജോലി കേറിയതാ. നിന്നെ വിളിക്കണ്ടെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാ, കേട്ടില്ല ഇവള്. ഇങ്ങനെയുള്ള കാര്യത്തിന് വിളിച്ചില്ലെങ്കിൽ ഇവൾ എന്നോട് ദേഷ്യപ്പെടില്ലേ? അമ്മയ്ക്ക് അങ്ങനെ പറഞ്ഞാ മതി. അമ്മേ, നമുക്ക് ആശുപത്രിയിൽ പോവാം. കുഴപ്പമില്ല മോളെ, നീ ഇങ്ങനെ പാഞ്ഞു വരുമെന്ന് ഞാൻ കരുതിയോ? അല്പ സുഖം തോന്നിയതുകൊണ്ടാ ഞാൻ ഇവിടെ കിടന്നൊന്ന് മയങ്ങിയത്. നിന്റെ ജോലിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ണി, അമ്മ എന്തേലും കഴിച്ചായിരുന്നോ? കഴിക്കാനെടുത്തിട്ട് അമ്മയെക്കൊണ്ട് നിവർന്നിരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. നീ പോയി എന്തേലും എടുത്തോണ്ട് വാ. അതെ, ഞാൻ ദൂരെയാണെന്നും എനിക്കൊരു ജോലി കിട്ടിയെന്നും കരുതി അമ്മയുടെ കാര്യങ്ങള് എന്നോട് മറച്ചു വെക്കാന്നാണോ കരുതിയേ? ഞാൻ എന്തിനാ കിടന്ന് കഷ്ടപ്പെടുന്നേ? അമ്മയ്ക്ക് വേണ്ടിട്ടല്ലേ? അമ്മയെ എന്നും എനിക്ക് കണ്ടോണ്ടിരിക്കാൻ വേണ്ടിട്ടല്ലേ? ഇത് കുടിച്ചേ. കണ്ടോ, വിളിച്ചു വരുത്തണ്ടെന്ന് കുറെ തവണ പറഞ്ഞിട്ട് ഇപ്പൊ കൃഷ്ണ വന്നപ്പോ കൊടുക്കുന്ന കഞ്ഞി കുടിക്കുന്ന കണ്ടോ? നീ എനിക്ക് കൃഷ്ണനെ പോലെയെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ഞാൻ തരുമ്പോ കുടിക്കണ്ടേ? നീ പെണങ്ങണ്ടടി, നീയും ഇവളും എനിക്ക് ഒരുപോലെ. പിന്നെ ഇവളിങ്ങനെ അടുത്ത് പിടിച്ചിരുത്തി കോരി തരുമ്പോ അതിനൊരു രുചി തോന്നും. അമ്മമാരെല്ലാം അങ്ങനെ. നീ നിന്റെ അമ്മയുടെ അടുത്ത് ചെന്നിരിക്കുമ്പോ അവർക്കും അങ്ങനെയാ തോന്നുക. മോളെ, നിനക്ക് ഇപ്പൊ തന്നെ തിരിച്ചു പോണോ? അയ്യോ, ഒന്ന് മിണ്ടാതിരിക്കോ? ആവശ്യത്തിന് ലീവും പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നിരിക്കുന്നെ. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഇരുന്നോളാം.